എല്ലാവർക്കും നേച്ചർ റൈഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡെക്കാത്തലോണിന്റെ ST540യുടെ റിവ്യൂ ആണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കുമരകത്ത് ചീപ്പുങ്കലിലാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ വന്നിരിക്കുന്നത് 720 mm ഹാൻഡിൽ ബാറാണ്. നല്ല വൈഡായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് വന്നിരിക്കുന്നത്. ഷിഫ്റ്റേഴ്സ് വന്നിരിക്കുന്നത് ഷിമാനോ അസേറയുടെ 2x9 ആണ് വന്നിരിക്കുന്നത്. നല്ല വൈഡായ ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫ് റോഡിങ്ങിനൊക്കെ നല്ല കൺട്രോളിങ് നമുക്ക് കിട്ടും. ബ്രേക്ക് വന്നിരിക്കുന്നത് ടെട്രോയുടെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് ആണ്. റോക്ക് റൈഡർ എന്നുള്ളൊരു ബ്രാൻഡിങ്ങും കാണാം അതിൽ. സസ്പെൻഷൻ വന്നിരിക്കുന്നത് സന്തൂറിൻ്റെ XCM എന്ന മോഡലാണ്. ലോക്കൗട്ടും പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റും ഉള്ള സസ്പെൻഷനാണ്. 100 mm ആണ് അതിൻ്റെ ട്രാവല്. ടയർ വന്നിരിക്കുന്നത് റാൾസൻ്റെ ടയറാണ്. വെക്ടർ എന്നാണ് മോഡൽ നെയിം. 27.5 ഇഞ്ചാണ് അതിൻ്റെ ടയർ സൈസ്. തിക്നെസ് വരുന്നത് 2 ഇഞ്ചാണ്. നല്ല ഓഫ് റോഡിങ്ങിനും പറ്റിയ ഒരു ടയറാണിത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ക്വിക്ക് റിലീസും വരുന്നുണ്ട്. സൈക്കിളിൻ്റെ കളർ വരുന്നത് ബ്ലൂ കളറാണ്. ഇവിടെ ST540 എന്നുള്ളൊരു ഗ്രാഫിക്സ് കാണാം. 90 mm വരെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന റോക്ക് റൈഡറിന്റെ സ്റ്റെമ്മാണ് വരുന്നത്. ഫ്രെയിം അലോയ് ഫ്രെയിമാണ്. ടോട്ടൽ സൈക്കിളിന്റെ വെയിറ്റ് 14 കിലോയാണ്. ബോട്ടം ബ്രാക്കറ്റ് ഹോളോടെക് ആണ്. ക്രാങ്ക് സെറ്റ് വന്നിരിക്കുന്നത് ഷിമാനോ ആൾട്ടിസ് 36/22 ടീത്തിൻ്റെയാണ്. പെഡൽ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെഡലാണ്. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ. പുറകില് ഷിമാനോ ആൾട്ടിസ് ആണ് ഡീറെയിലർ. മൈക്രോ ഷിഫ്റ്റിൻ്റെ 9 സ്പീഡ് കാസറ്റും വന്നിട്ടുണ്ട്. ചെയിൻ വന്നിരിക്കുന്നത് KMCയുടെ ആണ്. ഫ്രണ്ട് ഡീറെയിലർ മൈക്രോ ഷിഫ്റ്റിൻ്റെ ആണ്. പുറകില് 1ാമത്തെ ഗിയർ 36 ടീത്തിൻ്റെയും 9ാമത്തെ ഗിയർ 11 ടീത്തിൻ്റെയാണ്. സീറ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത് ക്വിക്ക് റിലീസ് ആണ്. റോക്ക് റൈഡറിൻ്റെ തന്നെ എർഗോ ഫിറ്റ് ഇവോ എന്ന് പറയുന്ന സാഡിലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈഡിങ് തരുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ഫ്രണ്ടും റിയറും റിം നമുക്ക് ട്യൂബ്ലെസ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു കൺവേർഷൻ കിറ്റ് ഉണ്ട്. അത് വാങ്ങിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ട്യൂബ്ലെസ് ആക്കാൻ പറ്റും. സ്റ്റാൻഡ് ഡെക്കാത്തലോണിൻ്റെ ആണ്. അത് സെപ്പറേറ്റ് വാങ്ങിക്കണം. ബാക്കിലും ഡിസ്ക് ബ്രേക്കും ക്വിക്ക് റിലീസും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ വില 30,000 രൂപയാണ്. 30,000 രൂപയ്ക്ക് ഇത്രയധികം ഫീച്ചേഴ്സുള്ള മറ്റൊരു സൈക്കിൾ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പം നിങ്ങൾക്കൊരു ചെറിയ റേസിനോ അല്ലെങ്കിൽ ഓഫ് റോഡിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ സൈക്കിൾ ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.